കുറേ സ്ഥലമൊക്കെ ഉണ്ട് മീറ്റിംഗ് നടത്താനായിട്ട്. ഈ നേരത്തെ ആണെങ്കിൽ കഴിഞ്ഞ ഒരു പാർട്ടിക്കാരുടെ ഒരു ഫംഗ്ഷൻ നടന്നായിരുന്നു. അവിടെ 1,00,000 ആൾക്കാർ അല്ലാതെ 3,00,000 ആൾക്കാരൊക്കെ വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ 1,00,000 ആൾക്കാരാണ് വന്നത്. ആ ഗ്രൗണ്ടൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ എവിടെ, ഏത് ഗ്രൗണ്ട്? അത് വെങ്കക്കൽ കോടങ്കിപ്പട്ടി. അവിടെ വേറെ പാർട്ടി പരിപാടികൾക്കൊക്കെ അനുമതി കൊടുത്തിരുന്ന സ്ഥലമാണോ? അവിടെ ഒരു പാർട്ടിക്കാർക്ക് കൊടുത്തായിരുന്നു, DMK കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവർ അനുമതി ചോദിക്കുമ്പോൾ കളക്ടറും ഇതിലുള്ള പോലീസുകാരും SP ഒക്കെ പെർമിഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. സ്ഥലം ഒന്നുകൂടെ പറയാം. കോടങ്കിപ്പട്ടി. കോടങ്കിപ്പട്ടിയിൽ TV-ക്ക് അനുമതി ചോദിച്ചിരുന്നു, പക്ഷെ കൊടുത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ ആളുകൾ ആ ഭാഗത്തന്നെ നിന്ന് ഭയങ്കര ഇരുട്ടായപ്പോ ആളുകൾ ഒരു ഭീതി ശരിക്കും അവിടെ ഉണ്ടായി. സെൽഫോൺ ടവറൊക്കെ ജാമർ വെച്ച് കട്ട് ചെയ്ത, ആർക്കും റേഞ്ച് ഇല്ലായിരുന്നു. അപ്പൊ ഇത് ശ്രദ്ധിക്കുമ്പോൾ ഇത് സൂക്ഷിച്ച് ചെയ്തതാണോ ഇല്ല തന്നെ നടന്നതാണ് ദൈവത്തിനറിയാം. സത്യം പറഞ്ഞാൽ ഇവിടെ വലിയൊരു സ്ഥലം കൊടുക്കണമായിരുന്നു. സ്ഥലം ഉണ്ടായിട്ടും വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു. ആ സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിൽ കുറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത്ര തന്നെയാണ് പറയാനുള്ളൂ. வாட்டர் எங்க இருந்துச்சு? ஒரு பாட்டில் வாட்டர் கொடுப்பாங்க. இங்கெல்லாம் மீட்டிங் வந்தா சாப்பாடும் கொடுப்பாங்க. இவர் எதுவுமே செய்யல. இவரு நாமக்கல்ல 3 மணிக்கு கூட்டிட்டு 7 ஆளுக்கு வந்தா அப்ப ஜனங்கள்லாம் எங்க போவாங்க? தண்ணி யாரு கொடுப்பாங்க? அங்க ஒரு பேக்கரி இருக்கு, வேற எல்லாமே டிபார்ட்மெண்ட் ஸ்டோர்ஸ் இந்த மாதிரி ஜெராக்ஸ் கம்பெனி தான் இருக்கு. தண்ணி எங்க கிடைக்கும்? குடிக்க தண்ணி குடிக்கல. அவரு முதல் அவர் செய்த தவறு தண்ணி இல்லை மக்களுக்கு. அவருக்கு தெரியாதா? சினிமா நடிகர் தானே அவரு. குழந்தைங்களும் தூக்கிட்டு வருவாங்க தெரியாதா? இங்க வந்தது எல்லாமே 15 வயசு 25 வயசு பசங்க தான் வந்தாங்க. பசங்க தான் வந்தாங்க. എല്ലാ ആളുകളെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന സമയത്തിന് അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ? എല്ലാം തൂക്കിട്ട് കൊണ്ടുപോകുന്നത് ഫാൻസുകാരനെ കൊണ്ടുപോയി. അവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടു, രക്ഷപ്പെടുന്നില്ല. പുള്ളിക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. അങ്ങനെ വരാൻ കഴിയില്ലല്ലോ പുള്ളിക്ക്. പുള്ളി രക്ഷപ്പെട്ടൊന്നുമില്ല. പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് എങ്ങനെ പോകാൻ കഴിയില്ല. ஆணையம் சொல்லுகிற அந்த அறிக்கையின் அடிப்படையில உரிய நடவடிக்கை எடுக்கப்படும். யாரு கைது செய்யப்படுவார், யாரு கைது செய்ய மாட்டார், நீங்கள் கேட்கிற எந்த இடத்தோடு கேட்கிறீங்களோ அதுக்கெல்லாம் நான் உட்படுவதற்கு தயாராக இல்லை.